അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഫതുൽ മുഈനിൽ നിസ്കാര ശേഷവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തിരിയാത്ത ചില ആളുകൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമ്പ്രദായം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പുത്തനവാദികളാണ് സാധാരണ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടി കാണിക്കാറുള്ളത്. മഖ്ദൂം തങ്ങൾ ഫത്വയിൽ പറഞ്ഞത് എന്താണ്? ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഹാലത്ത ദിക്രി വദ്ദുആഇ ഇൻ കാന മുൻഫരിദൻ ഔ മഅ്മൂമൻ. തനിച്ച് നിസ്കരിക്കുന്നവൻ അല്ലെങ്കിൽ മഅ്മൂം, അവരൊക്കെ ദിക്റിൻ്റെയും ദുആഇൻ്റെയും സമയത്ത് ഖിബ്ലക്ക് മുന്നിട്ടിരിക്കൽ സുന്നത്താണ്. മുൻഫരിദിനെ കുറിച്ച് പറഞ്ഞു, മഅ്മൂമിനെ കുറിച്ച് പറഞ്ഞു. അമ്മൽ ഇമാമു, അപ്പോൾ ഇമാമ് അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദി ഹുവ അഫ്ളലു ലഹു ഫൽ അഫ്ളലു ജഅലു യമീനിഹി ഇലൽ മഅ്മൂമിന വയസാരിഹി ഇലൽ ഖിബ്ലത്തി. അമ്മൽ ഇമാമു, അപ്പോൾ ഇമാമ് ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു, അവൻ നിസ്കരിച്ച സ്ഥലത്തുനിന്നും എഴുന്നേറ്റ് പോവലിനെ ഒഴിവാക്കിയാൽ, അല്ലദി എങ്ങനത്തെ എഴുന്നേറ്റ് പോവലാണ്? ഹുവ, ആ എഴുന്നേറ്റ് പോവൽ അഫ്ളലു ലഹു, ഇമാമിന് ഏറ്റവും മഹത്തമാണ് എന്ന വാക്കാണ് ചില ആളുകൾ തിരിയാതെ പോയത്. ഹുവ അഫ്ളലു ലഹു, ആ അഫ്ളൽ എന്ന വാക്ക് ഇസ്മു തഫ്ളീല. അലിഫ്ലാമും ഇല്ല, ഇളാഫത്തും ഇല്ല. അലിഫ്ലാമും ഇളാഫത്തും ഇല്ലാത്ത അഫ്ളൽ എന്ന പദത്തിന് മിന്നുകൊണ്ടൊരു വാക്കിനെ സങ്കല്പിക്കൽ അനിവാര്യമാണ്. അത് നെഹവി കായിദ പഠിച്ച ആർക്കും ബോധ്യപ്പെടും. ഇബ്നു മാലിക് തങ്ങൾ അവിടുത്തെ അൽഫിയിൽ പറഞ്ഞു, വ അഫ്അലത്ത ഫളീലി സിൽഹു അബദ തഖ്ദീറൻ ഔ ലഫ്ളൻ ബിമിൻ ഇൻജുരിദ. അലിഫ്ലാമും ഇളാഫത്തും ഇല്ലെങ്കിൽ അഫതഫ്ലീനിക്ക് ഒരു മിന്നിനെ നമ്മൾ അവിടെ സങ്കല്പിക്കേണ്ടി വരും. അപ്പം ആ അടിസ്ഥാനത്തിലാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദി ഹുവ അഫ്ളലു ലഹു, ആ എഴുന്നേറ്റ് പോലെ അവനക്ക് ഏറ്റവും മഹത്തമാണ്. ആരേക്കാൾ സങ്കല്പിക്കണം? മിൻ ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി. ചർച്ച അതാണല്ലോ. മുൻഫരിദും മഅ്മൂമും ഖിബ്ലക്ക് മുന്നിട്ടിരിക്കണം. എന്നാൽ ഇമാമ് അങ്ങ് മുന്നിട്ടിരിക്കണ്ട, ആ മുന്നിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നീച്ചു പോയ തന്നെയാണ്. ഇമാമ് ഇങ്ങനെ ഖിബ്ലക്ക് മുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, സലാം വീട്ടി കുറേ നേരം. അപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുന്നതിനേക്കാൾ എന്ന വാക്ക് സങ്കല്പിക്കണം. അങ്ങനെ ഉസ്താമ സങ്കല്പിക്കാറുമുണ്ട്, അത് നെഹവി നിയമ. അപ്പോൾ അല്ലദി ഉവഫ് അഫ്ളലു ലഹു മിൻ ഇസ്തിഖ്ബാൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ട് ഇങ്ങനെ ഇരിക്കണം ഇമാമ്, അതിലാ നല്ലത് നീച്ചു പോവലാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഫൽ അഫ്ളലു, അലിഫ്ലാമുള്ള അലിഫ്ലാമ, അലിഫ്ലാമുണ്ട് അൽ അഫ്ളലു, എല്ലാത്തിനേക്കാളും മഹത്വം ജഅലു യമീനിഹി, ആ ഇമാമ് തൻ്റെ വലതു ഭാഗമാക്കലാണ്, ഇലൽ മഅ്മൂമിന, മഅ്മൂമിനെ കൊള്ളെ, വയസാരിഹി ഇലൽ ഖിബ്ലത്തി, അവൻ്റെ ഇടതുഭാഗം കിബില കൊള്ളാക്കുക. ഇന്ന് കേരളത്തിലെ സുന്നികൾ ചെയ്യും പോലെ. അപ്പോൾ അമ്മൽ ഇമാമു എന്ന വാക്കിന് ബന്ധിച്ചത് ഫൽ അഫ്ളലു എന്നാണ്. ഇതാണ് ഇസ്മു തഫ്ളീൽ അലിഫ്ലാമിൻ്റെ പ്രത്യേകത, എല്ലാത്തിനേക്കാളും മഹത്വം എന്നാണ്. അപ്പോൾ ഇന്ന് സുന്നികൾ ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്താണ്. ഇമാമ് കിബിലക്ക് മുന്നിട്ടിരിക്കൽ അത്ര ഉത്തമമല്ല, തിരിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കിബിലക്ക് മുന്നിട്ടിരിക്കുക എന്നത് ഉത്തമമല്ല. ഉത്തമം എന്താണ്? ജഅലു യമീനിഹി ഇലൽ മഅ്മൂമീന വയസാരി ഇലൽ ഖിബ്ലത്തി. ഇന്ന് സുന്നികൾ ചെയ്യുന്ന ആ പരിപാടി ഒന്നാം സ്ഥാനമാണ്. അതാ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഖിബ്ലക്ക് മുന്നിട്ട് തന്നെ ഇരിക്കുക. അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാണത്. അല്ലാതെ ഏറ്റവും നല്ല എഴുന്നേറ്റ് പോയാന്നല്ല, ഏറ്റവും നല്ല എഴുന്നേറ്റ് പോയല്ല. ഫൽ അഫ്ളലു അലിഫ്ലാമിട്ട് പറഞ്ഞു, ഏറ്റവും മഹത്വമുള്ളത് ജഅലു യമീനിഹി ഇലൽ മഅ്മൂമീന വയസാരി ഇലൽ ഖിബ്ലത്തി. അപ്പോൾ സുന്നികൾ ഇന്ന് ചെയ്യുന്ന പരിപാടി അത് ഒന്നാം സ്ഥാനമായി മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കിതാബ് ഓതി പഠിച്ച ആർക്കും ബോധ്യപ്പെടും. വഹാബികൾ ഇത് പഠിക്കാത്തത് കൊണ്ടാണ്. പിന്നെ കൂട്ടുപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്
ഇതേ മഖ്ദൂം തങ്ങൾ അൽ അജൂബത്തുൽ അജീബ എന്ന അവിടുത്തെ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു, കാല സർക്കഷിയു മിൻ മുഖ്തദിയാത്തിൽ ജഹരി അൻ യജ്ഹറൽ ഇമാമു ബിദ്ദുആഇ ഹത്താ യുഅമ്മിനു അലാ ദുആഇഹി. ഇമാം ഉറക്കയാക്കണം. എന്തിന്? ഇമാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മഅ്മൂമീങ്ങൾ ആമീൻ പറയാൻ. അപ്പോൾ ഇമാമ് പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനാ. ഇമാമ് ഉറക്കയാക്കുക, മാമു പഠിക്കണമെന്നല്ല. പഠിച്ചു കഴിഞ്ഞാൽ ഏത് കാലത്തും ഖിയാമത്ത് നാൾ വരെ ഇമാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മാമൂമ് ആമീൻ പറയുക എന്നൊരു കാര്യം കൂടി ഫുഖാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റും ദുആവും പതുക്കെ ആക്കണം, ഇനി പഠിച്ചാൽ ഉറക്കയാക്കണ്ടെന്നല്ല. ദുആയ്ക്ക് എന്നും ആമീൻ പറയുക എന്നൊരു നിമിത്തം കൂടിയുണ്ട്. അതാണ് ഇവിടെ പോയിന്റ്. നമ്മൾ ചെയ്യണത് എന്നും ദുആ ചെയ്യുക ബഹുവചനമായിട്ട്. ഇമാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നു എന്നും സുന്നത്ത് തന്നെ നമ്മൾ ഫുഖാഹ്കൾ പഠിപ്പിച്ചതുമാണ്. അപ്പോൾ ഇന്ന് കേരളത്തിലെ സുന്നികൾ നിസ്കാരം ചെയ്യുന്ന ഈ തിരിഞ്ഞിരിക്കൽ അത് ഒന്നാം സ്ഥാനമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കിബിക്കന്നെ ഫുള്ളിരിക്കുക സലാം വീട്ടിയിട്ടും അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ശൈലിയാണ്, അല്ലാതെ ഒന്നാം സ്ഥാനം എഴുന്നേറ്റ് പോകാനെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് സുന്നികൾ ചെയ്യുന്ന പരിപാടിയാണ് മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ദുആ വസിയത്തോടെ എം എ ജലീൽ സഖാഫി പുല്ലാര. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.